എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വളരെ ഗൗരവമേറിയ വിഷയമാണ്. അപ്പൊ ഞാനൊന്ന് ആദ്യം പറഞ്ഞോട്ടെ. നമ്മൾ അത് ക്ഷുദ്രം, കൂടോത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ആഭിചാര ക്രിയകളെ കുറിച്ചാണ്. അപ്പൊ ഈ ആഭിചാര ക്രിയകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു വിഷയം ഇവിടെ ചർച്ചാ വിഷയമാകത്തില്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ക്ഷുദ്രം അല്ലെങ്കിൽ കൂടോത്രം, ഗൂഢപത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് കൂടോത്രം ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നത് ഇന്ന് എല്ലാവരും വിശ്വസിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും അതിനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മളുടെ ഗീതയിൽ പ്രതിപാദിക്കുന്ന ഒരു ഇതാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അപ്പൊ ക്ഷുദ്രം എന്ന് പറയുന്നത് ഹൃദയ ദൗർബല്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നില്ല എന്നുകൊണ്ട്, എന്നാൽ നമുക്ക് ഹൃദയ ദൗർബല്യമുള്ളവർക്ക് ഈ ക്ഷുദ്രം വളരെയധികം എഫക്റ്റീവ് ആകും എന്ന് പറയുന്നതും എന്നൊരു അർത്ഥവും ഉണ്ട് അതിന്. അപ്പൊ നമുക്ക് മനോബലം ഇല്ലാതെ ആക്കുന്ന ഒരു വസ്തുവാണ് ക്ഷുദ്രം എന്നും ഇതിനർത്ഥമുണ്ട്. മനോബലം ഇല്ലാതെ ആക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആരെങ്കിലും നമുക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുക, അതിന് ഇപ്പം എല്ലാം ഒരു എനർജിയാണ് നമ്മളെ നിലനിർത്തുന്നതും എല്ലാം ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നമ്മളെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഏതൊരു വസ്തുവും ഒരു എനർജിയാണ്. നമ്മുടെ വീട്ടിലെ ഫാന്, ലൈറ്റ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു എനർജിയാണ്. അപ്പൊ ഈ എനർജി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിനൊരു വിപരീതമായ ഒരു എനർജിയും ഉണ്ട്. വിപരീതം. ഇപ്പം നമ്മൾ വണ്ടി ഓടുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ധനം ഉപയോഗിക്കുന്നു, പോസിറ്റീവാണ്. ആ ഇന്ധനം കത്തിയിട്ട് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന നെഗറ്റീവ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാത്തിനും രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും കാണുന്നത് രാവുണ്ടെങ്കിൽ പകലുണ്ട്, സത്യമുണ്ടെങ്കിൽ നുണയുണ്ട്, അല്ലെങ്കിൽ അസത്യമുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ വസ്തു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആസ്പെക്ട് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട്. നമ്മുടെ തീ കത്തുമ്പോൾ, ഓക്സിജൻ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലെന്നൊന്നും തർക്കിക്കാനൊന്നും പറ്റില്ല. ഇനി കൂടോത്രം എന്ന് പറയുന്ന വസ്തു യന്ത്രങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ പണ്ട് കാലത്ത് ഇതെല്ലാം മനഃശക്തി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. മനഃശക്തിയാണ് എല്ലാത്തിൻ്റെയും കാരണം. ഒരാൾ നശിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അയാളെ നശിപ്പിക്കാൻ നമ്മുടെ മനസ്സിന് അത്ര പവർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ജപിച്ച് ഇടേണ്ടതില്ല. നമ്മൾ അത് തന്നെ സ്മരിച്ച് നമ്മുടെ മനസ്സ് ആ ആളുമായിട്ട് ലിങ്ക് ചെയ്താൽ അയാൾക്ക് നാശമുണ്ടാകും. ഈ മനഃശക്തി അത്ര ഷാർപ്പായിട്ട്, അത്ര സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കണമെങ്കിൽ അത്ര മനോബലമുള്ള, ഉപാസനയുള്ള, വളരെ കർമ്മനിഷ്ഠരായ ഒരു വ്യക്തികൾക്കത് സാധിക്കും. എന്നാൽ നമുക്ക് അത് എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ആരാണ് ചെയ്യുന്നത്, ഇതെന്താണ് ഇതിന്റെ ഉറവിടം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചില ആളുകൾ വളരെ നന്നായിട്ട് പരിശീലിച്ച് നിൽക്കുകയും അയാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വന്നിട്ട് അയാൾ നശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായും തനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത്രയും നാളും അയാൾക്ക് ഒരു പ്രശ്നമില്ല. അയാൾ കർമ്മനിരതനാണ്, അയാൾ വളരെ അധ്വാനിയാണ്, അയാൾ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നില്ല. പെട്ടെന്ന് അയാൾക്ക് ഒരു മാറ്റം ഉണ്ടായി, അയാൾ നശിക്കുന്നു, അയാളുടെ സമ്പത്ത് ഇല്ലാതാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ചില ആചാര്യന്മാര് വളരെ നിഷ്ഠയും ചിട്ടയുമുള്ള, വളരെ സത്യമുള്ള ആചാര്യന്മാർ ഇതിന് പരിഹാരം ചെയ്യാറുണ്ട്. ആ പരിഹാരം ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരുന്നു. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ 27 വർഷം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് പല അനുഭവങ്ങളും ഉള്ളതാണ്. പലരും വന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്നാളുകൾ പറഞ്ഞപ്പോൾ അതിന്റെ പരിഹാരം ചെയ്തു, അപ്പൊ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് വെറും മാനസികമായ ഒരു മാറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അനുഭവം അവർക്ക് എങ്ങനെയാണ് മാനസികമായ മാറ്റം ഉണ്ടാകുമ്പോൾ ധനം ഉണ്ടാകുന്നത്.
ഇതിനൊക്കെ യുക്തിചിന്തകൾ കൊണ്ട് നമുക്ക് മറുപടി പറയാമെങ്കിലും നമുക്ക് ഒരിക്കലും അതിനെ ആ കൂടോത്രം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാനും പറ്റില്ല. അതുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്കിത് ആര് ചെയ്യുന്നു എന്നൊക്കെ ഒരു സംശയം വരും. അപ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈയിടെ പെട്ടെന്നൊന്ന് ഡൈഗ്രസ് ചെയ്തോ അല്ല ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറുകയാണ്. ഒരു വീഡിയോ കണ്ടു. അതായത് ഈ മലമ്പ്രദേശം, അതായത് കാട്ടിലൊക്കെ വസിക്കുന്ന ആദ്യകാലങ്ങളിലുള്ള ആളുകൾക്ക് ഒരുപാട് ജ്ഞാനങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ഒരു വയസ്സായ അമ്മ, നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും, ഒരു ചെറിയ മൺമട്ടി കൊണ്ട് കൊത്തി ഒരു കിഴങ്ങ് കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ കിഴങ്ങ് മണ്ണിനടിയിൽ ഒളിച്ചു നിൽക്കുന്നത് ഈ മൺമട്ടിയുടെ സൗണ്ട് കൊണ്ട് അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നു. അവരത് എടുക്കുന്നു. അത് വലിയ ഔഷധ ഗുണമുള്ളതാണ്, ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന ഒരു കിഴങ്ങാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ തന്നെ, പ്രകൃതിയിൽ തന്നെ നമുക്ക് വളരെയധികം അത്ഭുതങ്ങൾ വരുത്തുന്ന വസ്തുക്കൾ ഒളിഞ്ഞു കിടക്കുന്നു. ഇതുപോലെ ജ്ഞാനമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, യാതൊരു തരത്തിലുള്ള ജാടയുമില്ല. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ജ്ഞാനമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ജ്ഞാനികൾക്ക് പലതിനെയും നിയന്ത്രിക്കാൻ പറ്റും. പ്രകൃതിയെയും പ്രകൃതിയുടെ ചലനങ്ങളെയും മനുഷ്യ മനസ്സുകളെയും ഒക്കെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വസ്തുത, ഇപ്പം ഒരു ഉദാഹരണത്തിന് കൂടോത്രമുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ഗ്രഹണം സംഭവിക്കുന്നു, ഇലക്ട്രിസിറ്റിയൊക്കെ കട്ടാകുന്നു, അവിടെ വെളിച്ചമില്ല, ഇരുട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഈ ആളെ വീഴിക്കാം. എങ്ങനെയാണ്? ഇയാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പതുക്കെ ഇയാൾ എന്നാ പിന്നെ നിങ്ങൾ പോണം എന്ന് നമ്മൾ അയാളോട് പറയുകയാണ്. അപ്പൊ അയാള് വന്ന വഴി മനസ്സിൽ ഉദ്ദേശിച്ച് പുറത്തേക്ക് ഇറങ്ങണം, അന്ധകാരമാണ്. പെട്ടെന്ന് നമ്മൾ ആ മേശ അങ്ങോട്ട് മാറ്റി ഒരു കണക്ക് തെറ്റിച്ചിടുന്നു. അപ്പൊ അയാളൊരു കണക്ക് മനസ്സിലുണ്ട്, ഇന്നിടത്ത് മേശയുണ്ട്, ഇന്നിടത്ത് ഇവിടെ പോയാൽ എനിക്ക് സേഫ് ആണെന്ന്. പക്ഷെ ആ മേശ നമ്മൾ അയാൾക്ക് പ്രതിബന്ധമായി വലിച്ചിടുമ്പോൾ കണക്ക് തെറ്റി, അയാളുടെ കണക്ക് തെറ്റുമ്പോൾ അയാൾ അതിൽ തട്ടിമറിഞ്ഞ് വീഴുന്നു. ഇതാണ് കൂടോത്രത്തിന്റെ തത്വം. അതായത് നമ്മുടെ കണക്കുകൾ എല്ലാം തെറ്റാക്കാനുള്ള ഒരു പ്രയോഗമാണ് ഈ കൂടോത്രം അല്ലെങ്കിൽ ഗൂഢതന്ത്രം. ചില മരുന്നുകൾ, ചില ഔഷധങ്ങളുണ്ട്. ഔഷധങ്ങൾ നമുക്ക് വലിക്കുമെങ്കിൽ വിപരീതമായ ഔഷധങ്ങളും വലിക്കും. വിഷമുണ്ടല്ലോ, വിഷം. അപ്പോൾ വിഷത്തെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ 14 കൂട്ടം ഇലകളുടെ ചാറെടുത്ത്, അത് നമുക്കൊന്ന് പറഞ്ഞുകൂടാ, ഇന്ന ഇലകളെന്നൊന്നും പറഞ്ഞുകൂടാ, ചാറെടുത്ത് നമുക്ക് പ്രത്യേക ചില കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് ചില വ്യക്തികളുടെ ഉള്ളിൽ അതിന്റെ ഒരു ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മാനസിക നില തകരാറിലാകുകയും അവര് പല കാര്യങ്ങൾ എന്താണോ ഉദ്ദേശിച്ചു കൊടുക്കുന്ന ആ വഴിയിലോട്ട് അവർ വഴിതെറ്റിപ്പോവുകയൊക്കെ ചെയ്യുന്ന ചില ഗ്രന്ഥങ്ങൾ, ചില വലിയ ആചാര്യന്മാർ എഴുതിയത്, അതേപോലെ ചില വനപ്രദേശത്ത് താമസിക്കുന്ന പഴയ ആചാര്യന്മാർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് അത് വിശ്വസിക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതിനെ നമ്മൾ കൈവശം എന്നൊക്കെ വിളിക്കും. അപ്പൊ എന്തായാലും അതൊരു പ്രത്യേക മരുന്ന് കൊണ്ട് അതിനെ ദഹിപ്പിക്കാനും പ്രത്യേക മരുന്നുകളോ അല്ലെങ്കിൽ ഔഷധക്കൂട്ടുകൾ കൊണ്ട് അതിനെ വൊമിറ്റ് ചെയ്ത് കളയിപ്പിക്കാനും ഒക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് തർക്കിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ഇതിനനുസരിച്ച് ഇതെല്ലാം പ്രയോഗിക്കാനുള്ള ജ്ഞാനവും മനഃശക്തികളും ഉള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നും അജ്ഞാതമായൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ധനച്ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആരെങ്കിലും ആചാര്യന്മാരെ എല്ലാം കണ്ടിട്ട് ഈശ്വര പ്രാർത്ഥന നടക്കുകയോ പരിഹാരങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യണം. മനസ്സ് തളരരുത്. നമ്മൾ മനസ്സിന്റെ അടിമയാകരുത്. മനസ്സ് നമ്മളുടെ അടിമയാകണം. നമ്മുടെ ആത്മവിശ്വാസം, ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരനാണെന്നറിയാലോ. ആത്മാവും ഈശ്വരനും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം, പരമാത്മാവും ആത്മാവും ഒന്നാണ്. അപ്പൊ ആ ആത്മചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കൂടോത്രവും ഒരു ഇതും ബാധിക്കുകയില്ല. എപ്പോൾ ആത്മധൈര്യം കെട്ടുപോകുന്നുവോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ബാധിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ അനുഭവജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം. ഇനി
പുതിയ വിഷയങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതുപോലെയുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് കൗതുകമുണർത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഈ പ്രപഞ്ചം വളരെ നിഗൂഢമാണ്. ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാത്തതും അജ്ഞാതവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പിന്നീട്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം.